ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അതായത് നമ്മുടെ മുഖത്ത് വരുന്ന കറുത്ത പാട്, കരിവാളിപ്പ് എല്ലാം മാറാൻ വേണ്ടി സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. നിങ്ങൾക്കിത് വീക്കിലി ഒരു 3 പ്രാവശ്യം ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഞാൻ ഒരുപാട് ഫേസ് പാക്കുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് ഫേസ് പാക്കാണ് ഏറ്റവും എഫക്റ്റീവ് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിരിക്കും കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. പിന്നെ ഇതിൽ ആഡ് ചെയ്യുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സാധനം ഇട്ടിട്ട് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കരുത്. അത് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രശ്നം ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഇത് മുഖത്ത് ഇടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ആർക്കും വരാൻ തോന്നുന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന ക്രീമുകളെക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന ഫേസ് പാക്കുകൾ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് വീഡിയോ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. ഒരുപാട് പേരുടെ കമൻറ്റിനുള്ള ആൻസറാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ഇൻട്രൊഡക്ഷനിൽ തരുന്നത്. ഇത് എന്താ പറയുക, ഹാസിഡ് ഒന്നും അല്ലല്ലോ നമ്മൾ മുഖത്തിടാൻ വേണ്ടിയിട്ട് പേടിക്കാൻ. നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അലർജി ഇല്ലാത്ത എല്ലാ സാധനമാണ് ഇതിലിട്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ധൈര്യത്തിൽ മുഖത്ത് ഉപയോഗിക്കുക. ഇത് മുഖത്ത് ഉപയോഗിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും വരുന്നില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യുന്ന സാധനം എന്തെങ്കിലും അലർജി നിങ്ങൾക്കില്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ഇത് ട്രൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പകുതി തക്കാളി എടുത്തതിന് ശേഷം അതിൻ്റെ മേലിലേക്ക് 1 ടേബിൾ സ്പൂണ് തേൻ ഒഴിച്ചു കൊടുക്കുക. ആ തേൻ നന്നായിട്ട് തക്കാളീൻ്റെ മേലെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെ മുഖം നന്നായി കഴുകിയെടുക്കുക. കഴുകിയെടുത്ത മുഖം നല്ലോണം തുടച്ചതിന് ശേഷം ഇത് ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ, മാക്സിമം 3 മിനിറ്റ്, മിനിമം 2 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് റൗണ്ടിൽ ഒന്ന് മുഖം ഫുള്ളൊന്ന് മസാജ് ചെയ്തെടുക്കുക. അതായത് ക്ലെൻസിങ് എന്നെല്ലാം പറയില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതാണത്. അപ്പോൾ തക്കാളിയും തേനും ഉപയോഗിച്ചിട്ട് മുഖം ഞാൻ പറഞ്ഞാൽ 2 മിനിറ്റ് എങ്കിലും, 2 മിനിറ്റ് മിനിമം എങ്കിലും നിങ്ങളിത് ചെയ്യണം. ശരിക്കും 3 മിനിറ്റ് ചെയ്താലാണ് ബെസ്റ്റ് റിസൾട്ട്. അപ്പോൾ ഇത് നമ്മുടെ മുഖത്തേക്ക് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഫസ്റ്റ് മുഖത്ത് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു തുണി ഉപയോഗിച്ചിട്ട്, ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് ഒന്നങ്ങ് തുടച്ചാലിനാൽ മാത്രം മതി. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതൊന്നൊന്ന് തുടച്ചാളിന്നാണ്. നിങ്ങൾ കഴുകി കളയേണ്ട കേട്ടോ, ജസ്റ്റ് തുടച്ചാലിനാൽ മാത്രം മതി. നമ്മൾ പാക്കെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് കൈ കളയേണ്ട ആവശ്യമുള്ളൂ. ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചാളിയുക. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാക്ക് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് പാക്ക് തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ് കേട്ടോ, കടലമാവ്. അത് 1 ടേബിൾ സ്പൂണ് കടലമാവാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് കേട്ടോ. ഇനി പാൽപ്പൊടി നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ പാൽ ആഡ് ചെയ്യാം. പാൽപ്പൊടിക്ക് പകരം ആഡ് ചെയ്യുക. പക്ഷേ പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാൽപ്പൊടി തന്നെ എടുക്കുക. അടുത്തതായിട്ട് അരമുറി തക്കാളി അരച്ചതാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ്, 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണ് തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. അതായത് അരമുറി തക്കാളി വെള്ളമൊന്നും ഇല്ലാണ്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത പേസ്റ്റാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, നിങ്ങൾ പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അധികം ലൂസായി പോകണ്ട കേട്ടോ. ഇനി അഥവാ കുറച്ച് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കടലപ്പൊടി ഇട്ടിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കുക. കാരണം പാലും തക്കാളി നീരും എല്ലാം കൂടി ആകുമ്പോൾ നല്ലോണം ലൂസായി പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ മസാജ് ചെയ്ത് വെച്ച ആ ഒരു കൈ തന്നെയാണ്, അത് കഴുകി കളഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെ മേലാണ് ഞാൻ മസാജ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് 20 മിനിറ്റ് വെച്ചാൽ മതി. പക്ഷേ നല്ലോണം ഡ്രൈ ആയിട്ട് കഴുകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാനിത് നന്നായി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളത് 20 മിനിറ്റ് വരെ വെച്ചാൽ മതി. ഈ ഒരു ഫേസ് പാക്ക് 20 മിനിറ്റ് വരെ വെക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തും മസാജ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് തന്നെ മുഖത്ത് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കണം. പലരും പറയുന്നേക്കാം ചില ഫേസ് പാക്കുകൾ ഇട്ടിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്നുള്ളത്. അവർ ജസ്റ്റ് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് വെച്ച് കുറച്ച് നേരം ഡ്രൈ ആക്കി അതങ്ങ് കഴുകി കളഞ്ഞാൽ അങ്ങനെയൊന്നും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അതിൻ്റേതായ സ്റ്റെപ്പുകളെല്ലാം മനസ്സിലാക്കി ചെയ്യണം, എന്നാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനിത് നന്നായി അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
ഇതിപ്പോൾ ഇവിടെ നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴുകാനുള്ള വെള്ളമെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ പൈപ്പ് വാട്ടറിൽ തന്നെ കഴുകി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് തട്ടി കൊടുക്കുക. അതായത് നമ്മൾ ആ ഒരു പാക്ക് ജസ്റ്റ് കൈകൊണ്ടൊന്ന് തട്ടി മാറ്റി കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുമ്പോൾ നന്നായി ഡ്രൈ ആയാൽ നമുക്ക് കഴുകിയെടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് യൂസ് തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത്. പിന്നെ നമ്മളിത് ഞാൻ പറഞ്ഞല്ലോ ആഴ്ചയിൽ 3 പ്രാവശ്യം നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് മുഖത്ത് കിട്ടുന്നതായിരിക്കും. ഇത് നന്നായി മസാജ് ചെയ്ത് തന്നെ നമ്മൾ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഫേസിൽ ഇടുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. ചിലർക്ക് മഞ്ഞൾ അലർജി ഉള്ളവരുണ്ടാവും, അവർ ഇത് യൂസ് ചെയ്യേണ്ട, മഞ്ഞൾ സ്കിപ്പ് ചെയ്താളിയ. പിന്നെ അങ്ങനെയുള്ളവർ മാത്രമാണ് അതെല്ലാം പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത്. കാരണം നിങ്ങളെ ഫേസിന് അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്തെന്നാന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ വല്ലതും നമ്മൾ ഈ പാക്കിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്താളിയണം. എല്ലാന്നാണെങ്കിൽ ആ പാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കുക അതിൻ്റെ പകരമായിട്ട് എന്ത് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് കേട്ടോ. അതായത് ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് ഭയങ്കര വൈറ്റ് കളറൊന്നും കിട്ടൂലെങ്കിലും പെട്ടെന്നൊരു ഗ്ലോ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. പക്ഷേ ഇത് 3 പ്രാവശ്യം ചെയ്യാനാണെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.